ഈ ഭാരതത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു 2019 പുൽവാമ ഭീകരാക്രമണം. 49 ധീര ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അന്ന് ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാൻ്റെ ആളുകൾ ഏറ്റെടുത്തിരുന്നു, ഭീകരവാദികൾ. എന്തായാലും പാകിസ്ഥാനെ അന്ന് ഇന്ത്യ പ്രതിക്കൂട്ടിലാക്കിയെങ്കിലും അവജ്ഞയോടെ അവരത് തള്ളിക്കളയുകയും ഇന്ത്യയുടെ വെറും ആരോപണങ്ങളാണെന്ന് ലോകത്തിന് മുന്നിൽ നടിക്കുകയും ചെയ്തു. എല്ലാം കൃത്യമായ അഭിനയം, ഡ്രാമകൾ. പുൽവാമയ്ക്ക് പകരം ബാലാക്കോട്ടിലെ ചോര കൊണ്ട് ഇന്ത്യ പകരം വീട്ടിയത് ചരിത്രം. ഇന്നിതാ ഒരു മഹായുദ്ധം തലനാരിഴയ്ക്ക് ഒഴിവാക്കിയതിൻ്റെ ആവേശത്തിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. പുൽവാമ തങ്ങളുടെ പദ്ധതി ആയിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു പോയിരിക്കുന്നത്. എന്തായാലും പറഞ്ഞു പെട്ടിരിക്കുകയാണ് കേട്ടോ. പുൽവാമ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ ബുദ്ധിപരമായ നീക്കമെന്നാണ് പാക് എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് അവകാശപ്പെട്ടിരിക്കുന്നത്. എല്ലാം വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഉള്ള വെറും നിരുത്തരവാദപരമായ പരാമർശങ്ങളാണ് പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ കുഴികളിലേക്ക്, അല്ലെങ്കിൽ കുഴികളിൽ നിന്ന് വീണ്ടും കുഴികളിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പ് വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എയർ മാർഷലിൻ്റെ ഈ ഒരു പ്രസ്താവന. പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി, കര, ജലാശയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്നിവയ്ക്ക് ഭീഷണിയുണ്ടായാൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. നമ്മുടെ രാജ്യത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പാക് ജനതയ്ക്ക് അവരുടെ സായുധ സേനയിലുള്ള അഭിമാനവും വിശ്വാസവും ഞങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ അവർ പറഞ്ഞേ മതിയാവും. കാരണം ആ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ബഡ്ജറ്റും കാർന്ന് തിന്നുന്ന വൈറസുകളാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ആർമി എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള വ്യത്യാസം അത് അജഗജാന്തരവുമാണ്. എന്തായാലും ജെയ്ഷെ മുഹമ്മദ് പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടും പാകിസ്ഥാൻ തെളിവുകൾ ആവശ്യപ്പെടുകയും ഇന്ത്യയുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. ചാവേറായിരുന്ന ആദിൽ അഹമ്മദ് ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായ ബഹൽപൂരിലെ സുബ്ഹാനല്ലാഹ് ക്യാമ്പുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ആ ഒരു തെളിവുണ്ടായിട്ടും എല്ലാം നിഷേധിക്കുകയായിരുന്നു.